ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഞാനിപ്പോൾ നല്ല ശീതീകരിച്ച ഒരു റൂമിനകത്താണ്. അതായത് നമ്മുടെ ഇപ്പം നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ എല്ലാവരും വലിയ വലിയ ജോലികൾ ചെയ്യുവാനും വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനുമാണ് നമ്മുടെ ന്യൂ ജനറേഷൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം നല്ല സാലറി ഉള്ള നല്ല ജോലി ചെയ്യുക, മാത്രമല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോലി ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് നമുക്ക് മറ്റുള്ള സാധാരണ ജോലിക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ളതല്ല. ഓരോ ജോലിക്കും അതിൻ്റേതായ വാല്യൂവും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മുടെ ഏവിയേഷൻ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് തലശ്ശേരിയിൽ കഴിഞ്ഞ 6 വർഷമായിട്ടുള്ള എമിഗോസ് എയർ അക്കാദമിയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ച് പുറത്തോട്ട് പോയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് വരുന്ന സ്റ്റുഡൻസാണ് നമ്മുടെ എമിഗോസ് എയർ അക്കാദമിയിൽ പഠിക്കുന്നത്. ആ സ്റ്റുഡൻസുമായിട്ടാണ് നമ്മുടെ കൊസ്രാക്കൊള്ളിയുടെ ഇന്നത്തെ അധ്യായം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് തൊട്ടരികിലുള്ള എമിഗോസ് എയർ അക്കാദമിയിൽ ചിത്രീകരിക്കുന്ന കൊസ്രാക്കൊള്ളിയുടെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എമിഗോസ് എയർ അക്കാദമി തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് തൊട്ടരികിൽ കഴിഞ്ഞ 6 വർഷമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പങ്കെടുക്കുന്ന ആദ്യ ടീമാണ് എത്തിയിരിക്കുന്നത്. 3 സഹോദരിമാരും 2 സഹോദരൻ. ഓക്കെ, പേര്? പാർത്ഥിവ്. എവിടെ സ്ഥലം? ചൊക്ലി ടൗൺ. സംവിധായകൻ്റെ പേര് അവിടെയുള്ള? അതായത് ചൊക്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംവിധായകനുണ്ട്. ശ്രീനിവാസനൊക്കെ നായകനായിട്ടുള്ള സിനിമയൊക്കെ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ. അറിയില്ല? പ്രദീപ് ചൊക്ലി എന്ന് പറയും. അത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരുപാട് സിനിമ ചെയ്ത ഡയറക്ടറാണ്. ഓക്കെ, പേര്? അഭയ്. സ്ഥലം? അണിയാരം എന്നൊരു സ്ഥലത്തിന് പ്രത്യേകം തൊട്ടടുത്ത് അമ്പലം അങ്ങനെ എന്തെങ്കിലും? കനകമല. അവിടെയാണ്. ഓക്കെ. നമ്മുടെ പേര്? അതുല്യ. സ്വന്തം സ്ഥലം എവിടെയാ? ഇരിട്ടിയിൽ എവിടെ? അല്ല, ഇരിട്ടി ഇത് ഇവിടുത്തെ പഴയ ഇരിട്ടിയിൽ എവിടെ? ഉളിക്കൽ. അപ്പൊ ഇരിട്ടി എത്തണ്ടല്ലോ. ഇരിട്ടി കഴിഞ്ഞിട്ടാണ് ഉളിക്കല്. അപ്പൊ ഉളിയിൽ എവിടെയാ? ഉളിയിൽ അതാണ് ഒരു ഇക്കാന്റെ പ്രശ്നമുണ്ട്. അതായത് കണ്ണൂരിൽ നമ്മൾ പോകുന്ന സമയത്താണെങ്കിൽ ഇരിട്ടി എത്തുന്നതിന് മുന്നെയാണ് ഉളിയിൽ. പക്ഷെങ്കിൽ ഉളിക്കൽ എന്ന് പറയുന്നത് ഇരിട്ടി കഴിഞ്ഞിട്ടാണ് പോണ്ടല്ലേ. അപ്പൊ നിങ്ങളുടെ സ്വന്തം സ്ഥലം ഇരിട്ടിയിൽ എവിടെ? ഉളിക്കല്. ചെട്ടിയാർ വീടിയ. ചെട്ടിയാർ ഇപ്പൊ അവിടെ തന്നെ ഉണ്ടോ? ഇല്ല. ഓക്കെ, ശരി. പേര്? അനുനന്ദ. എവിടെ സ്ഥലം? ചുങ്കം. ഇവിടെ അടുത്ത് അല്ലേ? യെസ്. പേര്? മിസ്ബ. സ്ഥലം? മാഹിയിൽ എവിടെയാ? ചാലക്കര. കുറെ ദൂരം ഉണ്ട് ഇവിടെ നമ്മൾക്ക് അവിടെ നിന്ന് വരാൻ വേണ്ടി? ഇവിടത്തേക്ക് ഇല്ല. ട്രെയിനാണോ വരുന്നത്? ബസ്സിനാണ് വരുന്നത്. ബസ്സിന് വരുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ട്രെയിൻ വരുന്നതാണോ നല്ലത്? ട്രെയിന് സമയത്തിലെല്ലാം ഇറങ്ങണം. എത്ര ടൈം ബസ്സിന് വരലേക്ക്? എത്ര ടൈം എടുക്കും? 45 മിനിറ്റ്. നിങ്ങൾക്ക് എത്ര മിനിറ്റ് എടുത്തെങ്കിൽ? 15 മിനിറ്റ്. ഇത്തിരി സ്പീഡിൽ വന്നാൽ 10 മിനിറ്റ് മതി അല്ലേ? ബസ്സിനാണ് വരുന്നത്. ബസ്സിനാണ്. നിങ്ങൾ എങ്ങനെ ഇരുട്ടി എങ്ങനെ വരുന്നത്? ഇരുട്ടിന്ന് ഇവിടുത്തെ ട്രെയിൻ ഇല്ല എനിക്കറിയാം. എന്നിട്ട് ബസ്സിനാണ് വരുന്നത്. എത്ര ടൈം എടുക്കും? 1.5 മണിക്കൂർ. അപ്പൊ ഇവിടെ എത്ര മണിക്ക് എത്തേണ്ടത്? രാവിലെ 10 മണിക്ക് ഉള്ളിൽ എത്തണം. അപ്പൊ അവിടെ എത്ര മണിക്ക് വിടും? 8 മണിന്റെ ബസ്സിന് വിടും. നേരത്തെ വിടും. എല്ലാ ദിവസവും ഒരേ ബസ്സിനാണ് വരുന്നത്? കിട്ടിയ ബസ്സിന് വരും. നിങ്ങൾക്ക് എത്ര ടൈം എടുക്കും ഇവിടത്തേക്ക്? 30 മിനിറ്റ് ബസ്സിന് തന്നെ. നിങ്ങൾ കറക്റ്റ് 20 മിനിറ്റ് ബസ്സിന്. വണ്ടി 2 വീലർ. യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ വരുന്ന കാര്യം ഇവരുടെ വീടും നമ്മുടെ ഈ ഒരു സ്ഥാപനമായിട്ടുള്ള ടൈം ഡ്യൂറേഷനൊക്കെ നമ്മൾ ചോദിച്ചു. ഇനി ആരെങ്കിലും ഈ കൂട്ടത്തിൽ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? പാട്ട് ആരുമില്ല. പാട്ട് ആംഗ്യപ്പാട്ട്, കഥ പറയൽ ഓക്കെ ചെയ്യിക്കാൻ പറ്റുന്ന ഇവിടെ ചെയ്യിക്കാൻ പറ്റുന്നത്. ഓക്കെ, പാട്ട് പാടാറില്ല. പിന്നെ പോട്ടെ. ഹോബീസ് എന്താണ് പ്രധാനം? ഏറ്റവും വലിയ ഹോബീസ് പഠനമല്ലാതെ വേറെ? പെയിന്റിങ്. വരയ്ക്കാറുണ്ട്? കുട്ടിക്കാലം മുതൽ ജസ്റ്റ് ടൈം പാസ് വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ. നിങ്ങൾ? ഡാൻസിങ് ആണ്, സിംഗിങ്ങും ഇഷ്ടമാണ്. പക്ഷേ ബാത്റൂം സിംഗിങ് ആണ്. സിംഗിങ് ഇഷ്ടമാണ്, ഡാൻസർ ആണ്. അപ്പൊ രണ്ടൊരു പാട്ട് ഓടിക്കൂടെ? ഇല്ല. ഓക്കെ. ഡാൻസ് ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നോർമൽ നമ്മള് സ്കൂളിലെല്ലാം പങ്കെടുക്കുന്ന പോലെ അങ്ങനെ ചെയ്യാറുണ്ട്. ശരി, വെരി ഗുഡ്. ഇവിടെ ഡാൻസ്, പിന്നെ ഡാൻസ്, കുക്കിംഗ്. കുക്കിംഗ് നമ്മൾ ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ പഠിക്കണം. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പെട്ടെന്ന് എന്താ ഉണ്ടാക്കുക? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഘു കടി എന്താണ്? കടിയോ? കടി
എന്താ പറയാ ഇപ്പം അങ്ങനെ പഴംപൊരി. പഴംപൊരി നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് ഉണ്ടാക്കുക? പഴംപൊരി നമ്മൾ ഈ കൂട്ടിനകത്ത് എന്തൊക്കെ ചേരണം? പഴംപൊരിയുടെ കൂട്ടിനകത്ത് നമ്മൾ ചേർക്കുന്ന പിന്നെ ജീരകം, മൈദപ്പൊടി, പഴംപൊരി ജീരകം മറ്റേ കുഞ്ഞു ജീരകം, ജീരക മുട്ടായിലിടുന്ന ജീരകം ഇടും. ജീരക മുട്ടായിലിടുന്ന ജീരകം, അത് പെരുംജീരകമാണോ ഏത് ജീരകം എന്ന് പറഞ്ഞൂടാ? പഴംപൊരി ഇടും, നമ്മളിടും. ഇന്നേ വരെ ഞാൻ പല സ്ഥലത്തും പഴംപൊരി കഴിച്ചിട്ടും എനിക്കൊരു ജീരകം കിട്ടിയില്ല കേട്ടോ. ഇടും. അത് പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് പഞ്ചസാര, മിക്സ്. പിന്നെ മുട്ട ഉപയോഗിക്കുമായിരുന്നു? മുട്ടയില്ല, ഇല്ലില്ല, ജീരകമാണ്. ജീരകം ഇടും. അത് ജീരകം തന്നെ പറയുന്നത്. നല്ല കാര്യം. ഓക്കെ, നിങ്ങളുടെ ഹോബീസ് എന്താണ്? ഒന്നുമില്ല. സിനിമ കാണുക, പാട്ട് കാണുക. സിനിമ കാണാറുണ്ട്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് കണ്ട മൂവി ഏതാ? ഏതാണത്? തിയേറ്ററിൽ പോയിട്ടാ? തിയേറ്ററിൽ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് കണ്ട മൂവി? തുടരും. തുടരട്ടെ. ഓക്കെ, നിങ്ങളുടെ ഹോബീസ് എന്താ? പ്രത്യേകിച്ച് അങ്ങനെ ഈ സ്പോർട്സ് ആയിട്ട് എന്തെങ്കിലും? വെരി ഗുഡ്. തിന്നുക, ഉറങ്ങുക, ഒരു ചെലവില്ലാത്ത വീട്ടിലെ കാര്യം. എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് പറ്റുവാണെങ്കിൽ അടുത്ത ദിവസം പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ ജീരകം പ്രത്യേകിച്ച്, പക്ഷെ അത് ഏത് ജീരകം എന്നുള്ളതാണ്. നല്ല കാര്യം. നമ്മൾ ഓരോ ഐറ്റം നമ്മൾ വെറൈറ്റി കൊണ്ടുവരുന്ന നല്ലതാണ്. അടുത്ത തവണ നിങ്ങൾ പഴംപൊരി ആക്കുമ്പോൾ ഇച്ചിരി തേങ്ങാപ്പൂളും കൂടി ചേർക്കുക. ഒരു നല്ലല്ലേ ഇടക്കിടക്ക് കടിക്കുന്നത്? അപ്പൊ എന്തായാലും നമ്മൾ ശ്രമിച്ചു നോക്കാം അല്ലേ? വെരി ഗുഡ്, സന്തോഷം. അപ്പൊ ഞാൻ ചെറിയ ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ എത്ര വയസ്സാവണം? വോട്ടിംഗ് 18. കല്യാണം കഴിക്കണമെങ്കിൽ ആൺകുട്ടികളുടെ വയസ്സെത്ര? 21. പെൺകുട്ടികളുടെ വയസ്സെത്ര? 18. ശരിക്കും പെൺകുട്ടികൾക്ക് എത്ര വയസ്സ് വേണം കല്യാണം കഴിക്കണമെങ്കിൽ? 25, 26. ആൺകുട്ടികൾക്ക് പണി വാളും. ആൺകുട്ടികൾക്ക് 30 വയസ്സ് വേണം, പെൺകുട്ടികൾക്ക് 25 വയസ്സ് വേണം. നമ്മുടെ ന്യൂ ജനറേഷൻ്റെ താല്പര്യം. നല്ല കാര്യമാണ് അല്ലേ? ഓക്കെ, അപ്പം ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട് വക്കീലോടും ഡോക്ടറോടും കളവ് പറയാൻ പാടില്ല എന്ന് വെച്ചാൽ ടീച്ചർമാരോട് കളവ് പറയാമെന്നല്ല, അത് നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ടിയാണ്. ഈ വയസ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. അത് കല്യാണത്തിലായാലും വോട്ടിംഗ് ആയാലും നമ്മൾ പഠനകാര്യമായി കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഒക്കെ. അപ്പം എൻ്റെ ചോദ്യമാണ്, പലരും കൈമാറുന്ന വയസ്സ് ഏതാണ്? അങ്ങനെ കുഴപ്പമില്ല. 28. 20. അനക്കറിയില്ല. ചോദ്യം പലരും കൈമാറുന്ന വയസ്സ് ഏതാണ്? മീനിങ് പറഞ്ഞു. 25. കുസൃതിയാണ്. നിങ്ങളെ ഉത്തരത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പല കുറിച്ചും പറയേ, അത് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ നേരെ മാത്രം ചിന്തിച്ചാൽ മതി. കൈമാറുന്ന വയസ്സ് 18, 20, 21 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മൾ അടുത്ത 2 ടീം കൂടി നമ്മൾ പരിപാടി പങ്കെടുക്കും. അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലൂ കൊടുത്തിട്ട് സമ്മാനം കൊടുക്കും. അപ്പം അടുത്ത ടീമിന് ഉത്തരം കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, പ്ലീസ്. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ 6 വർഷമായിട്ട് തലശ്ശേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എമിഗോസ് എയർ അക്കാദമിയുടെ പുതിയ ബിൽഡിംഗാണ്, പുതിയ ഓഫീസാണ് നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത്. അതായത് ട്രെയിൻ ഇറങ്ങി 1, 2, 3 സ്റ്റെപ്പ് വെച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥാപനം, റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു സ്ഥാപനം കാണാം. അപ്പോൾ അവിടെയാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കെടുക്കുന്ന അടുത്ത ടീമിനെ പരിചയപ്പെടുത്തുന്നു. 2 സഹോദരിമാർ, കൂടെ 2 സഹോദരൻ. ഓക്കെ, സഹോദരൻ്റെ പേര്? മിഷാൻ. എവിടെ? ഇരിട്ടിയിലെവിടെ? കീഴൂർക്കുന്ന്. കീഴൂർ 2 കീഴുണ്ട്, താഴെ കീഴൂരും മേലെ കീഴൂരും. അപ്പം ഇത് മുകളിലാണോ താഴെയാണ്? മുകളിലാണ്. ഓക്കെ, പേര്? റീമ. കല്ലിങ്കിലാണോ? പിന്നെന്താണ്? അത് റിമ, ഇത് റീമ. അത് റിമ, ഇത് റീമ. റീമ എവിടെ സ്ഥലം? തലശ്ശേരിയിൽ എവിടെ? സെയ്താർപള്ളി. ഓക്കെ, ശരി. സെയ്താർപള്ളിക്ക് എത്ര വർഷത്തെ പഴക്കം കാണും? 100 വർഷത്തിൽ കൂടുതലുണ്ടാവും അല്ലേ? താങ്ക് യു. ഓക്കെ, പേര്? ദാന. അടിപൊളി, വ്യത്യസ്തമായൊരു പേര്, ദാന. ശരിക്കും അതിൻ്റെ മീനിങ്? ഇവിടെ സ്ഥലം എവിടെയാ? കൂത്തുപറമ്പിൽ. എവിടെ? മൂരിയാട്. പേര്? നൈഫ്.
ഞാൻ നൈഫ് ഇങ്ങോട്ട് എൻ്റർ ചെയ്ത് ഞാൻ കുറച്ചും കൂടി മാറി നിൽക്കുമെന്ന് പറയുമ്പം നൈഫിൻ്റെ ഫസ്റ്റ് ശബ്ദം ഞാൻ കേട്ടു. വളരെ ഭയങ്കര ശബ്ദമാണ്. നല്ലൊരു എന്താ പറയുക, നമ്മൾ ഈ എന്താ പറയുക ഗാംഭീര്യമുള്ള ശബ്ദത്തിൻ്റെ ഉടമ എന്നൊക്കെ പറയില്ലേ, ഈ മമ്മൂട്ടിൻ്റെ ഒക്കെ ശബ്ദം പോലെ നല്ലൊരു ഹാർഡായിട്ടുള്ള ശബ്ദമാണ്. അടിപൊളി. മിമിക്രി അവതരിപ്പിക്കാറുണ്ടോ? ഇത്രയും നല്ല ശബ്ദം കിട്ടി മിമിക്രി അവതരിപ്പിക്കാറില്ല. ഒന്നുമില്ല, നിങ്ങളുടെ ഇപ്പം നോർമലായിട്ട് സംസാരിക്കുന്നതിൻ്റെ കൈ തൊട്ടിട്ട് ചന്ദൂനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ആ ശൈലി പറഞ്ഞാൽ തന്നെ മമ്മൂട്ടി ശബ്ദമായി. തിലകൻ്റെ വാ വാ അത് പെട്ടെന്ന് കിട്ടും. നോക്കിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നമുക്ക് സിമ്പിൾ, നമ്മുടെ നല്ല ശബ്ദമാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു അതിൻ്റെ മോഡുലേഷൻ മാത്രം മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ഥലം എവിടെയാണ്? തലശ്ശേരി. എവിടെ? കായത്തൻ റോഡ്. യെസ്, കായത്ത് റോഡ്. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ചെറിയ ചോദ്യം. ഓക്കെ, ഇപ്പം ഞാൻ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് പിന്നെ നമ്മൾ വോട്ട്, നമ്മുടെ പിന്നെ സമ്മതിദാന അവകാശം നിർവഹിക്കാനുള്ള പ്രായം എന്ന് പറഞ്ഞാൽ 18 വയസ്സാണ്. ഒരു ഇന്ത്യൻ പൗരയാകുന്നത് എല്ലാത്തിനും നമുക്കൊരു അവകാശം പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രായം എന്ന് പറഞ്ഞാൽ 18 വയസ്സാണ്. അതുപോലെ കല്യാണത്തിന് പെൺകുട്ടികൾക്ക് 18 വയസ്സും ആൺകുട്ടികൾക്ക് 21 വയസ്സാണ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചപ്പോൾ 2-3 ആൾക്കാർ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾക്ക് എത്ര വയസ്സിൽ കല്യാണം കഴിക്കണം മെച്ചൂർഡ് ആണെങ്കിൽ? നമ്മുടെ അഭിപ്രായം ഒരു 24. ഓക്കെ, സൗദയുടെ അഭിപ്രായം 23. നമ്മുടെ പുരുഷന്മാരാണുങ്ങളാണെങ്കിൽ എത്ര വയസ്സ്? 21 ഇപ്പോൾ പ്രായം എന്ന് പറയുന്നത്. എത്ര വരെ നമ്മൾ ബോൾഡ് ആണെങ്കിൽ, നമ്മളൊരു കല്യാണം കഴിച്ചൊരു ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു ബോൾഡായി നിൽക്കണമെങ്കിൽ പുരുഷന്മാർക്ക് എത്ര വയസ്സാവണം കല്യാണം കഴിക്കണമെങ്കിൽ? സെറ്റിൽ ആയി കഴിഞ്ഞാൽ അത് പിന്നെ ഇനിയിപ്പോൾ 18 വയസ്സിലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ എന്താ അഭിപ്രായം? 28 വേണം. ശരി. അപ്പോൾ എന്തായാലും നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മളൊക്കെ ഭദ്രമായിട്ട് നമ്മൾ സെറ്റിലായി കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രായത്തിലും കല്യാണം കഴിക്കാം എന്നാണ് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത്. സഹോദരി 23, ഒരാൾ 24 പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞത് 28 വയസ്സാണ്. അപ്പം അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കട്ടെ. അപ്പം എൻ്റെ ചെറിയൊരു ചോദ്യമാണ്, ഫണ്ണി ക്വസ്റ്റ്യനാണ്. അതായത് പലരും കൈമാറുന്ന വയസ്സ് ഏതാണ്? ഞാൻ ചോദിച്ച ഈ ചോദ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ നിങ്ങളെ ഉത്തരത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കല്യാണത്തിലെ കാര്യമൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് പലരും കൈമാറുന്ന വയസ്സ്. പുറത്തുനിന്ന് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ. കൈമാറുന്ന വയസ്സ് സംശയം ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചോളൂ. ഇത് വിർജിനിറ്റിനെ പറ്റിയോ? അങ്ങനെയൊന്നുമില്ല. കൈമാറുന്നെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. കൈമാറുക നമ്മൾ നേരിട്ട് കൈയോട്ട് കൊടുക്കാന്നുള്ളതല്ല, കൈമാറുക. പലരും കൈമാറുന്ന വയസ്സ്. റിലേഷൻഷിപ്പിലാവുന്ന ആൾക്കാരാ? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണ് അങ്ങനെ ചോദിച്ചാൽ ഇപ്പോ ഈ ഒരു കാലത്ത് ഏത് ഏജിലും നടക്കും. ഓക്കെ, യെസ്, പറയൂ. തെറ്റില്ല. ഇവിടെ നിങ്ങളും കൈമാറാറുണ്ട്? വയസ്സ് പറയണ്ടേ? പലരും കൈമാറുന്ന വയസ്സ് എന്നാണ് ചോദിച്ചത്. എത്ര വയസ്സാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എമിഗോസ് എയർ അക്കാദമി കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മുടെ തലശ്ശേരിയിലുണ്ട്. ഒരുപാട് പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാരൊക്കെ അവർ പഠനം പൂർത്തിയാക്കി ജോലിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കോഴ്സിനെ പറ്റി നമുക്കൊന്ന് ചോദിക്കാനുണ്ട്. അത് നമുക്കിതിൻ്റെ ആൾക്കാരോട് കൃത്യമായിട്ട് ചോദിച്ചു നോക്കാം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് തൊട്ടരികിലാണ് നമ്മുടെ പുതിയ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച 2 ടീമും എല്ലാവരും ഒരുമിച്ചുണ്ട്. ഇവരിൽ ആരാണ് ഉത്തരം പറയുന്നത് നോക്കാം. കുറച്ചുകൂടി അടുത്തോട്ട് നിൽക്കുക. ക്ലൂ കൊടുക്കുന്നതിന് മുൻപ് ആർക്കോ ഒരാൾക്ക് ഉത്തരം കിട്ടല്ലേ? അല്ല, എന്തോ ഒരു ചെറിയ സൂചന കിട്ടി. എന്താണ്? പറയണല്ലോ, പറയാൻ പിന്നുണ്ട്. പറയൂ. വയസ്സിന്റെ ഒരു വേർഡായിട്ട് ഞാൻ ലിങ്ക് ചെയ്തിട്ട് പറ. എന്നോട് മുഖത്ത് നോക്കി അന്തസ്സുണ്ടോ എന്ന് മാത്രം ചോദിച്ചില്ല. അന്തസ്സും ആഭിജാത്യം ഉണ്ട് എനിക്ക് ഇമ്മായി ചോദ്യം ചോദിക്കാൻ എന്നുള്ളതാണ് പുള്ളിക്കാരി ചോദിച്ചുകൊണ്ട് വരുന്നതിൻ്റെ പിന്നെ രഹസ്യം. എന്തായാലും ഇരിക്കട്ടെ, നല്ല കാര്യം. അതായത് എൻ്റെ ചോദ്യമാണ്, പലരും കൈമാറുന്ന വയസ്സ് ഏത്? ഓക്കെ, ഇതാണ് ചോദിച്ചത്. ആർക്കും കിട്ടിയില്ല. ഞാൻ പിന്നെ ഉത്തരത്തിൽ നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് കല്യാണത്തിൻ്റെ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും വയസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
ഇതൊരു വാക്കാണ്, ഒരു വേർഡാണ്, ഒരു ഇംഗ്ലീഷ് വേർഡാണ്. അല്ല, ഇത് അല്ല. ഓ, പുള്ളിക്കാരൻ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം പിന്നെ ഇതൊരു ഇംഗ്ലീഷ് വേർഡാണ്. അതിനകത്ത് തന്നെ വയസ്സുണ്ട്. വയസ്സ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന വേർഡ് അതിനകത്തുണ്ട്. ഓക്കെ, അത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. അതാണ് ചോദിച്ചത്. പലരും കൈമാറുന്ന വയസ്സ് ഏത്? ആ പറഞ്ഞു. ടീനേജ് അല്ല, അതങ്ങനെ നമ്മൾ കൈമാറുന്നതല്ല. ക്ലൂ നിങ്ങളും പലർക്കും കൈമാറിയിട്ടുണ്ട്. ആഹാ, അറിയില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പലർക്കും പലപ്പോഴുമായിട്ടും കൈമാറിയിട്ടുണ്ട് ആ വയസ്സ്. വയസ്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, ആ ഒരു വാക്ക് വരും. ഇവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പും AC-യുടെ തൊട്ട് താഴെയുള്ളത്. ഇതൊരു ഇംഗ്ലീഷ് വേർഡാണ്. ആ, അപ്പോൾ ഒരു ക്ലൂ തരാം. വയസ്സിന് ഇംഗ്ലീഷ് എന്ത് പറയും? ആ, ഇനി അത് വെച്ച് പറ. നമ്മൾ പലരും പേജ് അല്ല, പലരും ഹാൻഡ് ഓവർ ചെയ്യുന്ന കൈമാറുന്ന ഏജ് ഏത്? വേസ്റ്റേജ്. വീണ്ടും എനിക്ക് തന്നെ. അതുമല്ല, പലരും നമ്മൾ പണ്ട് കാലങ്ങളിൽ പല ഇതിലും, പക്ഷെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കൈമാറുന്ന ഇതാണ് സംഭവം. നീ ഏടിയതിന് ഒത്തിരി സമയം. എൻ്റെ അമ്മോ, ദിസ് കറക്റ്റ് ആൻസർ മെസ്സേജ് ആണ്. നമ്മളെല്ലാവരും ഇന്നായിരിക്കും മെസ്സേജ് ഹാൻഡ് ഓവർ ചെയ്തത്. രാവിലെ തന്നെ മൊബൈൽ എടുത്തിട്ട്? സത്യം. ഇന്ന് രാവിലെ മൊബൈൽ എടുത്തിട്ട് മെസ്സേജ് ഒന്നും അയച്ചില്ലേ? ക്ലാസ് കഴിഞ്ഞിട്ട് അയക്കാം. ഉത്തരം മെസ്സേജ് ആണ്. അതിൽ ലാസ്റ്റ് നമ്മൾ ഏജ് വരുന്നുണ്ട്. ഏജ് മീൻസ് വയസ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് നമ്മൾ പല കാര്യങ്ങളും പലർക്കായിട്ട് നമുക്ക് ഫോണിലൂടെ മെസ്സേജ് പിന്നെ നമ്മൾ കൈമാറാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിലൂടെ മെസ്സേജ് ഹാൻഡ് ഓവർ ചെയ്യാണ്ട് അങ്ങനെ പലരും ചെയ്യാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ പലരും ഹാൻഡ് ഓവർ ചെയ്യുന്ന കൈമാറുന്ന വയസ്സ്. ഉത്തരം മെസ്സേജ്. അതിൽ ഏജ്, വയസ്സ്. അപ്പോൾ എന്തായാലും സമ്മാനം കൊടുക്കണം. അതിന് മുന്നേ പറയാം, പഴംപൊരിയിൽ ജീരകം ചേർക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ പുതിയ പുതിയ ഫുഡ്, നമ്മൾ ഈ കൊറോണ കാലത്തല്ലേ ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ സഹോദരി പറഞ്ഞത് നല്ലതാണ്. ഞാനും പരീക്ഷിക്കും, നിങ്ങളും പരീക്ഷിക്കും. ഒരു ടേസ്റ്റിന് അതിൻ്റെ ഒരു മണവും ചുവയൊക്കെ നല്ല സംഭവമാണ്. മാത്രം ജീരകം ശരീരത്തിന് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. അല്ലേ? ആണ്. യെസ്. അപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കുന്നു. പേരെന്താണ്? അഭയ്ക്കുള്ള സമ്മാനമാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. എന്നിട്ടില്ല. കണ്ണൂർ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം. എന്നിട്ടില്ല. ടോപ്കോ സംസം ജ്വല്ലറി നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പോൾ വീണ്ടും കാണാം. മെസ്സേജ് അയക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യങ്ങൾ, പുതിയ മുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഓരോ ആൾക്കാരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ മെസ്സേജായിട്ട് നമ്മൾ കൊടുക്കുക. സന്ദേശം, മെസ്സേജ്. ഓക്കെ, അപ്പം എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും അടുത്ത അദ്ദേഹത്തിൽ കാണാം.